ഗൈസ്, അപ്പം നമ്മുടെ വയനാട്ടിലെ ഡേ 1 ആണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യുക. അപ്പം രാവിലെ തന്നെ റെഡി ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ഇതാണ് നമ്മൾ പോയ റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു. അവിടെ കിഡ്സിന് കളിക്കാനൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു. എമ്മി ഫുള്ള് സന്തോഷത്തിലായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ പോയത് എടക്കൽ കേസിലേക്കായിരുന്നു. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ എടക്കൽ കേവി കയറണം. നല്ല വെയിലുണ്ട്. നമ്മൾ ഭയങ്കര ചൂട് ഗൈസ്, ഇറ്റ്സ് വെരി ഹോട്ട്. അവിടെ കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ നിന്ന് ഒരു തൊപ്പി മാത്രം മേടിച്ചു. പോണ വഴിയിലൊക്കെ കുറേ മങ്കീസ് ഉണ്ടായിരുന്നു. നമ്മൾ അതിനൊന്നും പേടിച്ചില്ല. നമ്മുടെ സാഹസികമായ യാത്ര തുടർന്നു കൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം എടക്കൽ കേവിൽ എത്തിയെന്ന് വിചാരിച്ചപ്പോഴാണ് ഇതിൻ്റെ മുകളിലാണ് എടക്കൽ കേവ് എന്ന് നമുക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ചാറായി. ഫൈനലി നമ്മൾ എടക്കൽ കേവിൻ്റെ ഉള്ളിലെത്തി ഗായ്സ്. ഇതിൻ്റെ ഉള്ളിലുള്ള പാറ കയറിയിട്ട് എല്ലാവരും ഭയങ്കര ടയേർഡായിപ്പോയി. നല്ലോണം വെറുത്ത് ഇട്ട മേക്കപ്പ് എല്ലാം പോയി ഗൈസ്. ഇതൊക്കെ നിയോളിത്തി കേസിലെ പീപ്പിൾസ് ചെയ്തതാണെന്നാണ് അവിടുത്തെ ഗൈഡ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് നല്ല മഴ പെയ്തത്. നല്ല മഴയത്ത് ഒരു തണുത്ത മോരും സോഡാസർബത്തും കുടിച്ചു. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ മഴയൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ നേരെ ട്രക്കിംഗ് ചെയ്യാൻ പോയി. നമ്മളിപ്പോൾ ട്രക്കിംഗ് ചെയ്യാണ് ഗൈസ്. കാടിന്റെ ഉള്ളിൽ കൂടിയാണ് ഗൈസ് നമ്മൾ ട്രക്കിംഗ് ചെയ്യുന്നത്. ട്രക്കിംഗ് വേറത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ആ വ്യൂ കൂടി ട്രക്ക് ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് പൂൾ വൈബ്സ് ആയിരുന്നു. കുറേ നേരം നമ്മൾ പൂളിൽ എൻജോയ് ചെയ്തു. കുലുസ് പിന്നെ ഫുൾ ഡാൻസ് ആയിരുന്നു. പിന്നെ പൂളിൽ ഫാമിലി ആയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ എല്ലാവരും കൂടി ഒരു റീലൊക്കെ എടുത്തു. ചിക്കൻ ബനാന ചിക്കൻ ബനാന ചിക്കൻ ബനാന ബനാന. പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയി. എന്നിട്ട് റിസോർട്ടിൽ പോയിട്ട് എല്ലാവരും കിടന്നുറങ്ങി. അപ്പം അത്രേ ഉള്ളൂ. ബൈ.